ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സോഷ്യോളജിയുടെ 12ാമത്തെ ചാപ്റ്റർ ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, അതിലെ 4ാം ഭാഗം സ്വതന്ത്ര ഇന്ത്യയിലെ വ്യവസായവൽക്കരണം. ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന സമയത്ത് വ്യവസായവൽക്കരണം നടത്തിയെങ്കിലും അത് അവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മുടെ വ്യവസായത്തെ തകർത്തുകൊണ്ട്, നമ്മുടെ കുടിൽ വ്യവസായത്തെ അല്ലെങ്കിൽ കൈത്തറി വ്യവസായത്തെയൊക്കെ തകർത്തുകൊണ്ടുള്ള വ്യവസായവൽക്കരണം. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഇന്ത്യക്ക് ഒരു യഥാർത്ഥ വ്യവസായവൽക്കരണം, ഒരു പുരോഗതിയിലേക്ക്, നല്ലൊരു ഇക്കോണമിയിലേക്ക് നയിക്കുന്നൊരു വ്യവസായവൽക്കരണം ഉണ്ടായത്. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഏർലി ഇയേഴ്സ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഇതിലെ ആദ്യ കാലഘട്ടം, ദ ഫസ്റ്റ് ഫേസ് 1950 തുടങ്ങി 65 വരെയാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടർ അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ അക്കാലത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒരു മിക്സഡ് ഇക്കോണമി എന്ന വ്യവസ്ഥയാണ് സ്വീകരിച്ചത്. മിക്സഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ കുറേ സംരംഭങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ചില സംരംഭങ്ങൾ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലും കൊടുക്കുന്ന ആ ഒരു രീതിയാണ് സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ ഇനി യുദ്ധമൊന്നും വേണ്ട, ഇനി ഒരു ചേരിയിലും ശീതസമരത്തിൽ റഷ്യയുടെ കൂടെയും അമേരിക്കയുടെയും കൂടെയും ചേരുന്നില്ല, അങ്ങനെയുള്ളൊരു നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്, ചേരിചേരാ പ്രസ്ഥാനം, അതും അദ്ദേഹത്തിൻ്റെ ഒരു പോളിസിയായിരുന്നു, ഫോറിൻ പോളിസിയായിരുന്നു. അതുപോലെ മതേതരത്വം, അതായത് ദേശത്തിൻ്റെ ബിൽഡിങ്ങിനെ ഒരു ഗൈഡിങ് പ്രിൻസിപ്പിളായിട്ട് അദ്ദേഹം എടുത്ത ഒരു പോയിൻ്റായിരുന്നു മതേതരത്വം. അപ്പോൾ ഇവിടെ ജവഹർലാൽ നെഹ്റു അഡോപ്റ്റഡ് ദ മോഡൽ ഓഫ് മിക്സ്ഡ് ഇക്കോണമി, നോൺ അലൈൻമെൻറ്റ് ഇൻ ഫോറിൻ പോളിസി ആൻഡ് സെക്യുലറിസം in state building as its guiding principle. Here some planning of production is undertaken by the state directly. അതായത് ഗവൺമെൻറ് നേരിട്ട് ചില ഉൽപ്പാദനത്തിൻ്റെ പ്രോസസ്സ് നേരിട്ട് ഏറ്റെടുക്കുന്നു, ഓർ ത്രൂ ഇറ്റ്സ് നാഷണലൈസ്ഡ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ദേശസാൽക്കരിച്ച വ്യവസായത്തിലൂടെ അതും ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തിലൂടെ ഏറ്റെടുക്കുന്നു. ആൻഡ് സം ഈസ് ലെഫ്റ്റ് ടു പ്രൈവറ്റ് എൻ്റർപ്രൈസസ്, ചില സംരംഭങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടുകൊടുക്കുന്നു. ഇതാണ് മിക്സ്ഡ് ഇക്കോണമി എന്ന പോളിസി. എ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് വർ സെറ്റ് അപ്പ് ഇൻ ദ പബ്ലിക് സെക്ടർ, പൊതുമേഖല, ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ പല വ്യവസായങ്ങളും അവിടെ ആരംഭിച്ചു. ഇമ്പോർട്ടൻ്റ് എമംഗ് ദോസ് വർ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ്, ഹിന്ദുസ്ഥാൻ ടൂൾസ്, ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി എക്സെട്ര. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തിൽ, ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള കൺട്രോളിൽ ചില വ്യവസായങ്ങൾ സ്ഥാപിച്ചതിൽ ചിലതാണ് ഹിന്ദുസ്ഥാൻ കപ്പൽശാല, ഹിന്ദുസ്ഥാൻ ഉപകരണങ്ങൾ, ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി എന്നിവ. ഇനി 5 year പ്ലാൻസ് ആരംഭിച്ചു. 5 year പ്ലാൻസിൽ ആദ്യത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് കൃഷിക്കും വ്യവസായത്തിനുമാണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനൊക്കെയാണ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് 5 year പ്ലാനിലെ ഇൻക്ലൂഡ് ചെയ്തതാണ് അയേൺ, സ്റ്റീൽ, കോൾ, ഹെവി എഞ്ചിനീയറിംഗ്, മെഷീൻ ബിൽഡിംഗ്, ഹെവി കെമിക്കൽസ് ആൻഡ് സിമെൻറ്റ് ഇൻഡസ്ട്രീസൊക്കെ. അപ്പോൾ സെക്കൻഡ് 5 year പ്ലാൻ ഇൻക്ലൂഡ് സബ്സ്റ്റാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ അയേൺ ആൻഡ് സ്റ്റീൽ, കോൾ, ഹെവി എഞ്ചിനീയറിംഗ്, മെഷീൻ ബിൽഡിംഗ്, ഹെവി കെമിക്കൽസ് ആൻഡ് സിമെൻറ്റ് ഇൻഡസ്ട്രീസ് ഓഫ് ബേസിക് ഇമ്പോർട്ടൻസ്. ഇതൊക്കെ നമുക്ക് വളരെ നമ്മുടെ രാജ്യത്തിന് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഇവിടെ പലതും പുറത്തുനിന്നൊക്കെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ അതിൻ്റെ ഉൽപ്പാദനം നടത്താൻ വേണ്ടി ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ആരംഭിച്ചു. 2ാം പഞ്ചവത്സര പദ്ധതിയാണ് ആ പദ്ധതിയിലാണ് ഇത് ഉൾപ്പെടുത്തിയത്. അങ്ങനെ പറയുമ്പോൾ ഫസ്റ്റ് 3 5 year പ്ലാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ബിക്കോസ് ദെയർ എയിം വാസ് ടു ബിൽഡ് എ സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ബേസ് ഇൻ ഇന്ത്യ. ഭാരതത്തിൽ ഒരു ശക്തമായ വ്യവസായിക വികസന ഘട്ടം ഉണ്ടാക്കുക, അതിനു വേണ്ടിയായിരുന്നു ആദ്യത്തെ 3 5 year പ്ലാൻസും. അതോടെ തന്നെ ഇറ്റ് ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ഫേസ്. അപ്പോൾ ഭാരതത്തിൽ ഒരു സ്ട്രോങ് അടിത്തറ, വ്യാവസായിക അടിത്തറ ഇടാനായിട്ട് സാധിച്ചു. ജൂട്ട്, അയൺ, കോട്ടൺ, റെയിൽവേ, കോൾ പ്രോസ്പേർഡ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ ജൂട്ട്, അയൺ, കോട്ടൺ, റെയിൽവേ, കൽക്കരി ഇതിൻ്റെയൊക്കെ വ്യവസായം അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു ആൻഡ് കണ്ടിന്യൂ ടു പ്രോസ്പർ
ഈവൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അക്കാലത്ത് ജൂട്ട്, അയൺ, കോട്ടൺ, റെയിൽവേ എല്ലാം കോൾ എല്ലാം ഉൽപ്പാദിപ്പിച്ചിരുന്നെങ്കിലും അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായിരുന്നു. അത് അവർക്ക് വേണ്ടിയായിരുന്നു. അതിലുള്ള എല്ലാ പ്രോഫിറ്റും അവരവരുടെ രാജ്യത്താണ് കൊണ്ടുപോയത്. ഭാരതത്തിന് അതൊന്നും ഉപകാരപ്പെട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, ബ്രിട്ടീഷ് ഭരണം കഴിഞ്ഞതിന് ശേഷം അതെല്ലാം ഇന്ത്യൻ ഗവൺമെൻറ് അത് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. അപ്പോൾ ഇതിൽ പ്രൈവറ്റ് സെക്ടർ ആൻഡ് പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ ഗവൺമെൻറ് വിട്ടുകൊടുക്കാൻ തയ്യാറായി സ്വകാര്യ വ്യക്തികൾക്ക്. ദ ഗവൺമെൻറ് വാസ് ഇൻ കൺട്രോൾ ഓഫ് ദ പബ്ലിക് സെക്ടർ. ഈ പൊതുമേഖലയുടെ നിയന്ത്രണം എല്ലാം സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു പൊതുമേഖല. ദ ഗവൺമെൻറ് ഡിസൈഡഡ് ദാറ്റ് സം ഇൻഡസ്ട്രീസ്, അതിൽ നിന്ന് കുറച്ച് വ്യവസായങ്ങൾ, പ്രത്യേകിച്ച് കൽക്കരിയും ജൂട്ട്, ആ വ്യവസായങ്ങൾ സ്വകാര്യവൽക്കരിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചു. ദ പീരീഡ് ബിറ്റ്വീൻ 65 and 75. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ 65 തുടങ്ങി 75 വരെയുള്ള ആ കാലഘട്ടത്തിൽ വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. വാസ് മാർക്ക്ഡ് ബൈ എ ഷാർപ്പ് ഫോൾ ഇൻ ദി ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ്. അപ്പോൾ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ വിചാരിച്ചത്ര വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടൊരു അവിടെ ഒരു കുത്തനെ ഇടിയുന്ന അവസ്ഥയാണ്. വ്യവസായ വളർച്ചാ നിരക്ക് കുത്തനെ ഇടിവാണ് ഈ കാലഘട്ടത്തിൽ കാണിച്ചത്. ഇനി അടുത്തൊരു കാലഘട്ടം പീരീഡ് ഓഫ് 1980 തുടങ്ങി. അത് നമുക്ക് ഇൻഡസ്ട്രിയിലെ ഒരു റിക്കവറി ഒന്ന് വീണ്ടെടുക്കാൻ സാധിച്ചു. നഷ്ടപ്പെട്ട ആ ഒരു വളർച്ചാ നിരക്ക് വീണ്ടെടുക്കാൻ സാധിച്ച കാലഘട്ടമാണ് 1980s. അതിനുശേഷം 1991 ആണ് കുറച്ചും കൂടെ ഇത് സ്ട്രോങ് ആയിട്ട് ഒരു പുതിയ യുഗം എന്ന് തന്നെ പറയാം. നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷനിൽ അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച വളരെയധികം വ്യവസായ രംഗത്തുണ്ടായ കാലഘട്ടമാണ് 1991. The year 1991 ushered a new era of economic liberalization. അത് സാമ്പത്തിക ഉദാരവൽക്കരണത്തിൻ്റെ ഒരു യുഗമായിട്ട് പറയാം. ഇന്ത്യ took major liberalization decision to improve the performance of industrial sector. വ്യവസായ മേഖലയുടെ പ്രകടനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രോത്ത് മെച്ചപ്പെടുന്നതിനായി ഇന്ത്യ ഉദാരവൽക്കരണ തീരുമാനം ഏറ്റെടുത്തു. ആഫ്റ്റർ സഫറിങ് എ ഹ്യൂജ് ഫിനാൻഷ്യൽ ആൻഡ് എക്കണോമിക് ക്രൈസിസ്. അപ്പോൾ അതിന് മുമ്പുള്ള കാലഘട്ടം ഞാൻ പറഞ്ഞു, അത് ഒരു വളരെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെയുള്ള എക്കണോമിക് ക്രൈസിസ് ഉള്ള കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തെ ധനകാര്യമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ബ്രോട്ട് എ ന്യൂ പോളിസി. ആ പോളിസിയാണ് നാം പറയുന്നത് വിച്ച് ഈസ് നോൺ ആസ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഇൻ ഷോർട്ട് വി ക്യാൻ സേ LPG പോളിസി. ഇതിനെ നമ്മൾ ന്യൂ ഇക്കണോമിക് പോളിസി എന്നും പറയും, പുത്തൻ സാമ്പത്തിക നയം എന്നും പറയുന്നു. 1991 as it was a measure to come out of the crisis that was going on that time. അക്കാലത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഒരു പുതിയ സാമ്പത്തിക നയമായിരുന്നു ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നുള്ള പോളിസി. അപ്പോൾ 1991 ശേഷം നമുക്ക് സാമ്പത്തിക വളർച്ച ഒരുപാട് ഉണ്ടായ കാലഘട്ടമാണ്. നൗ ഇന്ത്യ സ്റ്റാർട്ടഡ് ഹാവിങ് മിക്സഡ് സെക്ടർ കോമ്പിനേഷൻ ആണ് നടത്തുന്നത്. കുറേ ഒരു സ്വകാര്യ സംയോജിത മേഖലയാണ് ഇന്ന് വ്യവസായ രംഗത്ത്. ബട്ട് സം സെക്ടേഴ്സ് വർ നോട്ട് പ്രൈവറ്റൈസ്ഡ്. ചിലത് ഗവൺമെൻറ് വിട്ടുകൊടുത്തില്ല. റെയിൽവേസ്, ഡിഫൻസ്, കോൾ മൈൻസ്, ടെലികോം സർവീസ് ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ തന്നെ വെച്ചു. ഡ്യൂറിങ് ദ കൊളോണിയൽ റൂൾ പോർട്ട് സിറ്റീസ് വെർ കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസ്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് പോർട്ട് സിറ്റികളായിട്ട് കണക്കാക്കിയിരുന്ന കൽക്കട്ട, ബോംബെ, മദ്രാസ് ഒക്കെയാണ്. നൗ മെനി അതർ സിറ്റീസ് ഹാവ് ബിക്കം മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഒരു പോർട്ട് സിറ്റി മാത്രമല്ല പ്രാധാന്യമുള്ളത്. ഇന്ന് നമുക്ക് ഒത്തിരി മറ്റു വലിയ സിറ്റികളുണ്ട്. കോയമ്പത്തൂർ, ഫരീദാബാദ്, പൂനെ, ബാംഗ്ലൂരു ഇതൊക്കെ വളരെ വ്യാവസായിക സിറ്റികളായിട്ട് മാറി, ഇൻഡസ്ട്രിയൽ സിറ്റി ആയിട്ട് മാറി. Government realized that many people were employed and have started small scale industries. അപ്പോൾ ഗവൺമെൻറ്റിന് മനസ്സിലായി ഒരുപാട് ആളുകൾ ചെറുകിട വ്യവസായങ്ങളും കോട്ടേജ് ഇൻഡസ്ട്രീസും സ്ഥാപിച്ചിട്ടുണ്ട്.
ആൻഡ് ദ ഗവൺമെൻറ് ബിഗാൻ ടു സപ്പോർട്ട് ദം. ഒരു കാലത്ത് നമുക്ക് വളരെ ശക്തമായൊരു കോട്ടേജ് ഇൻഡസ്ട്രി ഉണ്ടായിരുന്നതാണ്, ചെറുകിട വ്യവസായം ഉണ്ടായിരുന്നതാണ്. ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് അതെല്ലാം തകർന്നു പോയത്. അപ്പോൾ ഗവൺമെൻറ്റിന് മനസ്സിലായി അതൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ജൂട്ട് ബാഗ് ഉണ്ടാക്കുക, കലം, കാർപ്പറ്റ്, അതുപോലെ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ, അതായത് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ രജിസ്റ്റർ ചെയ്യാത്ത മേഖലകൾ, 10 പേരിൽ താഴെ പ്രവർത്തിപ്പിക്കുന്ന യൂണിറ്റുകൾ, അതെന്തെങ്കിലും വ്യവസായ യൂണിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂണിറ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള അൺഓർഗനൈസ്ഡ് സെക്ടർ ഏകദേശം 70% ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചു. അപ്പോൾ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ചെറുകിട വ്യവസായങ്ങൾ, കുടിൽ വ്യവസായങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ അവരെയും കൂടി സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അറൗണ്ട് 30% മാത്രമാണ് ഓർഗനൈസ്ഡ് ലാസ് ഇൻഡസ്ട്രീസ് നടത്തുന്നത്. ബാക്കി 70% ഇങ്ങനെയുള്ള അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവരാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രിട്ടീഷുകാർ പോയതിന് ശേഷം, ആ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഉള്ള വ്യവസായവൽക്കരണം. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് ഗ്ലോബലൈസേഷൻ പീരീഡിനെ കുറിച്ചാണ്. ഗ്ലോബലൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ, അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഒക്കെയാണ്. അതടുത്ത വീഡിയോയിലിടാം. താങ്ക് യു.